നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അനിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. നാളത്തെ ദിവസമാണ് തന്റെ വിധി നിർണ്ണയിക്കുന്നത്. നാളെ കുടുംബ കോടതിയിൽ നിന്ന് തനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നവീൻ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുവോ എന്നൊരു ഭയം അനിയെ പിന്തുടരുവാണ്. അനിക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അഭി മുറിയിലേക്ക് വരുമ്പോഴത്തേനും നവ്യ ഫോൺ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നവ്യ പിന്നീട് അബിയുടെ അടുത്തേക്ക് വന്നു. അബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം കുറച്ച് നാളുകളായിട്ട് ചോദിക്കണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. എന്താ? അല്ല ഇപ്പൊ ആ ചന്തു എന്ന് പറയുന്ന ആ കൊച്ച് അതിനെ ഇവിടെ കാണാൻ പോലും ഇല്ല അബി. അല്ല അതിന്റെ അമ്മയുടെ അടുത്ത് തന്നെയാണോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം അബി ഒന്ന് ഇങ്ങനെ അന്താളിപ്പോടെ നവ്യെ നോക്കി. അതെവിടെയാണെങ്കിൽ നമുക്കെന്താ എന്ന് ചോദിച്ചു. അല്ല ഈ പറയുന്ന ആദർശിന്റെ മോളല്ലേ അത്? അപ്പൊ പിന്നെ അതിനെ എന്തിനാ അവിടെ കൊണ്ടേ ആക്കിയിരിക്കുന്നേ? ആദർശല്ലേ നോക്കേണ്ടത്. അത് ശരിയാ, ആദർശിന്റെ മോള് തന്നെയാ. അല്ല ഇനിയിപ്പൊ ആദർശിന്റെ മോളെങ്ങാനും അല്ലാതെ ഇരിക്കുവോ? അതുകൊണ്ടാണ് ഇനിയിപ്പൊ ആ കുഞ്ഞ് ഇവിടെ ഇല്ലാത്ത. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമല്ല, ആദർശന്റെ മോള് തന്നെയാന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്താ? അതിന് ഉറപ്പൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്നതിന് ഉറപ്പുണ്ടോ അത് ആദർശേട്ടന്റെ മോളെന്നുള്ള കാര്യത്തില്? എനിക്ക് ഉറപ്പ് അങ്ങനെ ആദർശേട്ടനും അവരൊക്കെ പറഞ്ഞുള്ള അറിവ് എന്താണെങ്കിലും ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളത്. ആദർശേട്ടന്റെ മോളാണോ ചന്തു എന്നുള്ളത് തെളിയിക്കാനായിട്ട് അവർക്ക് ഈസി ആയിട്ട് പറ്റുന്ന കാര്യമല്ലേ. അപ്പോഴേക്കും അവയൊന്ന് ഞെട്ടി. ആ സമയത്ത് അഭി പറഞ്ഞു, ഇതെന്താ നവ്യ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല ഞാനങ്ങോട്ട് പറയുകയോ ചെയ്തേ, നിന്റെ മേലിലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്കും തെളിയിക്കാവുന്ന കാര്യമുള്ളൂ സത്യം. ഒരു പക്ഷെ അനഘ എന്ന് പറയുന്ന പെങ്കൊച്ച് അവള് ചിലപ്പോ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞാനും. ഇനിയിപ്പൊ അവള് ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് അറിയത്തില്ല. അവള് വയ്യാതെ കിടക്കുമല്ലേ. പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി, നിനക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു DNA ടെസ്റ്റോടെ നടത്തിയാൽ പോരെന്ന് ചോദിച്ചു. ഒരു നിമിഷം അഭി വല്ലാത്തൊരവസ്ഥ നവിയെ നോക്കണം. അല്ല നവിയെ നീ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് പറയണമെന്ന് ചോദിച്ചു. അല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭിക്ക് പേടിയായി. അഭി പെട്ടെന്ന് വിഷയം മാറ്റുവാണ്. നവിയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ ചിരിക്കുവാണ്. എടാ ഇനി നിന്നെ ഞാനിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അനഘ സംസാരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നിന്റെ മുന്നിലേക്ക് അവള് വരൂടാ. ഒരു കാരണവശാലും അതിനു മുമ്പ് നിനക്ക് അവളെ തൊടാൻ പോലും സാധിക്കില്ല. നീ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. അവൾക്ക് സംസാരശേഷി തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ ഇനിയും കൊല്ലാൻ വേണ്ടി മടിക്കില്ല എന്നും എനിക്കറിയാം. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. നീ ഉദ്ദേശിക്കുന്നതല്ല അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നവ്യയുടെ മുന്നിൽ നിന്ന് ഒരു വിധത്തിലാണ് അഭി രക്ഷപ്പെട്ടു പോയത്. എന്തായിരിക്കും പോലും അവൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? ഇനി അവളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം കയറി കൂടി കാണുമോ? എങ്ങാനും ഈ പറയുന്ന ആദർശൻ DNA ടെസ്റ്റ് നടത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരും. ആദർശന്റെ മോളല്ല ചന്തു എന്നുള്ള സത്യങ്ങൾ വെളിയിൽ വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപകടമാണ്. എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ അബിയുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ നവ്യ ചിലപ്പോൾ ഈ നവ്യയുടെ വിടുവത്തേരോട് അവൾ ചിലപ്പോൾ ഇതും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നെന്നിരിക്കും. അങ്ങനെ വന്ന ആദർശേട്ടൻ DNA ടെസ്റ്റ് നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരമാണ് അവിടെ പുറത്തു വരാനായിട്ട് പോകുന്നത്. അവര് വെറുതെ ഇരിക്കില്ല. ഇനിയും ഒരു സംശയം പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും തന്നെ പിടിച്ചുകൊണ്ട് പോയി DNA ടെസ്റ്റ് നടത്തിക്കും. അങ്ങനെ നവ്യയുടെ മുന്നിൽ സത്യം തെളിയിക്കുകയും ചെയ്യും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അബിയുടെ ഉള്ള ജീവൻ അങ്ങോട്ട് പോയി. നവ്യ അപകടകാരിയാണ്, അവളെ സൂക്ഷിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അനി ഒരുങ്ങി സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം, അതിനെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്കൊന്ന് വരണമെന്ന്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവും കൂടെ വന്നു. നന്ദു അനിയും കൂടെ ക്ഷേത്രത്തിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്. ഇന്ന് കോടതിയിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലല്ലോ. നീ എന്തിനാടാ പേടിക്കുന്നേ? നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഇതേ സമയത്ത് അനാമികയും വേണുവും കൂടെ രാവിലെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡിവോഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും കോമ്പൻസേഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ വന്നേ. അങ്ങനെ അനാമികയുടെ പേരിൽ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ വേണു നടത്തിയിട്ടുണ്ടായിരുന്നു. അനാമികയ്ക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 2-3 കോടിയെങ്കിലും കോമ്പൻസേഷൻ കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അവന് ഡിവോഴ്സ് കൊടുത്തേക്കാം. വേണുവിന്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഭഗവാന് കുറച്ച് വഴിപാടുകളൊക്കെ നടത്തിയേക്കാം എന്നൊക്കെ ഇങ്ങനെ ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ മുന്നിൽ വന്ന് കുറച്ച് പൈസ കാണിക്കായിട്ട് ഇട്ടിരിക്കാം. അങ്ങനെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ കണക്ക് ഒരു നേർച്ചയും കാഴ്ചയൊക്കെ വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവര്
ക്ഷേത്രത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നന്ദു അനിയും കൂടെ ഒരുമിച്ച് കയറി വരുന്നു. അത് കണ്ടതും അനാമിക ഒട്ടും സഹിച്ചില്ല. അനാമിക വേണുവിനോട് പറഞ്ഞു, നോക്കച്ച കണ്ടില്ലേ, ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോലെയല്ല, അതിനിപ്പോൾ രണ്ടുപേരും കൂടെ മുട്ടുവരുമ്പോൾ നടന്നു വരുന്ന കാഴ്ച കണ്ടോ എൻ്റെ മോളെ. നടന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, അവളുടെ കല്യാണം അല്ലേ, അതും ആ നവീനുമായിട്ട് ഉറപ്പിച്ചെന്നല്ലേ പറഞ്ഞത്. അവൻ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക ഒത്തിക്കൊണ്ട് പോയൊരവസ്ഥയായല്ലോ. കിട്ടിയ ഒരു അവസരമാണ്, അത് മുതലാക്കാൻ തന്നെ വേണു തീരുമാനിച്ചു. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വേണു നോക്കിയിട്ട് പറഞ്ഞു, ഓ എന്നാലും എന്തൊരു കഷ്ടമാനി, നന്ദുവിന്റെ കഴുത്ത് താലി ആർത്തണമെന്നും പറഞ്ഞോണ്ടല്ലേ നീ എൻ്റെ മോളെ പോലും വേണ്ടെന്ന് വെച്ചേ. എന്നിട്ട് ഒടുവിൽ ഇപ്പം ഒന്നുമല്ലാത്ത സ്ഥിതിയായല്ലോ. ആ നവീൻ വക്കീലുമായിട്ട് ഇവളുടെ വിവാഹം നടത്താനിരിക്കുമല്ലേ, ഇനിയിപ്പം നീ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അനിയോട്. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതെ ഞങ്ങളുടെ കാര്യത്തിൽ താൻ കൂടുതൽ തലയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും അങ്ങനെയല്ലല്ലോ നന്ദു മാഡം, നന്ദു മാഡത്തിന് നവീൻ വക്കീൽ വിവാഹം കഴിക്കാനായിട്ട് പോകുമല്ലേ, അപ്പൊ പിന്നെ അതോർത്തിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാ. അതെ താൻ കൂടുതൽ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ താൻ ചെയ്യാൻ വരണ്ട, താൻ തൻ്റെ മോളുടെ കാര്യം നോക്കിയാൽ മതി. അപ്പോഴേക്കും അനിയെ ഒന്ന് നോക്കിക്കൊണ്ട് വേണു പറഞ്ഞു, എന്നാലും അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോവുക, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നായിരിക്കുമല്ലോ, ഇന്ന് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കോടതി നടക്കുമല്ലേ, അപ്പൊ ഡിവോഴ്സ് കിട്ടുമെന്നൊരു ഭയം കാണുമായിരിക്കും. എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ഇനിയിപ്പം ഡിവോഴ്സ് കിട്ടിയാലും അല്ല അനി ആരെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നേ, നന്ദുവിനെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, അതെന്റെ ഇഷ്ടം, അത് താൻ അറിയേണ്ട കാര്യമില്ല, തൻ്റെ മോളും താനും എല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചേ. ഓ എൻ്റെ മോള് ജീവിതം നശിപ്പിച്ചെന്ന്, എൻ്റെ മോളുടെ ജീവൻ നീ നശിപ്പിച്ചാൽ പോരാ, എന്നിട്ട് എൻ്റെ മോളെ കുറ്റം പറയുന്നോ? അല്ല നന്ദു മാഡം, നിങ്ങളുടെ കഴുത്തിൽ ആരാ താലി കിട്ടുന്നേ, നവീൻ വക്കീലാണോ അതോ അനിയാണോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം എനിക്ക് നല്ല ദേഷ്യം വന്നു, എന്തേലും പറയാൻ പറ്റുമോ? നന്ദു ദേഷ്യത്തോട് കൂടിയിട്ട് അനിയൊന്ന് നോക്കണം, കാരണം ഇതിനൊരു മറുപടി പറയണം. അപ്പോഴേക്കും അനി പറഞ്ഞു, എടോ മര്യാദയ്ക്ക് പോകാൻ നോക്ക്, ക്ഷേത്രം ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടല്ലോ തനിക്കിട്ടുള്ളത് എന്താണെങ്കിലും തരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, കോമ്പൻസേഷൻ കിട്ടാതെ ഇന്ന് എന്താണെങ്കിലും കോടതിയിൽ ഡിവോഴ്സും കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല, പിന്നെ ഇവളെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിലേ ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയാൽ മതിയാവുള്ളൂ. അനി പറഞ്ഞു, 1 രൂപ പോലും തരില്ലടാ, തരാതെ എങ്ങനെ ഡിവോഴ്സ് വാങ്ങിയെടുക്കണം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി, അതൊന്നും കിട്ടാൻ പോകുന്നില്ല, കോമ്പൻസേഷൻ തരാതെ ഡിവോഴ്സ് കിട്ടത്തില്ല. പിന്നെ ഇവളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ മോളുമായിട്ടുള്ള ഡിവോഴ്സ് നടത്താൻ നോക്ക്. അല്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ ഡിവോഴ്സ് നടന്നാലും ഇവളെ കിട്ടാൻ പോകുന്നില്ലോ എനിക്ക്. അങ്ങനെയൊക്കെ ഒരു കളിയാക്കിയൊരു സംസാരം അവിടെ ഉണ്ടാകുന്നുണ്ട്. എനിക്കാണ് നല്ല സങ്കടമായി. അങ്ങനെ ഒടുവിൽ അനാമയെ വിളിച്ചോണ്ട് വേണു അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേനും നന്ദു പറഞ്ഞു, ശരിക്കും അയാളുടെ കണ്ണക്കുറ്റി നോക്കി എനിക്ക് ഒരെണ്ണം കൊടുക്കാനാ തോന്നിയത്, ക്ഷേത്രമായി പോയി എല്ലാം കാണിച്ചു കൊടുക്കായിരുന്നു. അനി പറഞ്ഞു, അയാൾ രണ്ടും കൽപ്പിച്ചാന്ന് തോന്നുന്നു, അയാളും മോളും കൂടെ. എനിക്ക് ഡിവോഴ്സ് കിട്ടില്ല നന്ദു, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി രണ്ടുപേരും മനുവരി പ്രാർത്ഥിക്കുക. രണ്ടുപേരുടെ മനസ്സിൽ ഒരേ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഡിവോഴ്സ് കിട്ടണമെന്നുള്ള. അനിയാണ് പ്രാർത്ഥിക്കുക, ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം നന്ദുവിനെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റണം, ഒരു കാരണവശാലും നവീൻ്റെ ആലോചനയുമായിട്ട് വീട്ടുകാർ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല, നന്ദുവിനെ നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അനി നിന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കോടതിയിലേക്ക് പോകാനായിട്ട് അനി റെഡിയാകുവാണ്. റെഡിയാകുമ്പോഴത്തേനും ആദർശം നയനയും കൂടെ അങ്ങോട്ട് വന്നു. ആദർശ് വന്നിട്ട് പറഞ്ഞു, അതെ ഞാനും കൂടെ വരാൻ നിന്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, വേണ്ട ആദർശേട്ടാ, ഞാൻ തനിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. എനിക്ക് നല്ല ടെൻഷനാണ്, ഇനിയിപ്പം ഡിവോഴ്സ് എങ്ങാനും കിട്ടിയില്ലെങ്കിലോ, അതാകെപ്പാടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൂടെ താൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സെന്നറിയും. നയന പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, നവീനല്ലേ കോടതി ബാധിക്കാൻ പോന്നേ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നവീനെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാ, ഇന്ന് നിനക്ക് കോടതിയിൽ അവന് ഉറപ്പായിട്ടും ഡിവോഴ്സ് വാങ്ങിത്തരും എന്നൊക്കെ അനിയുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ നവീനാണെങ്കിലോ അനാമി അനിയും വേണ്ട ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തണം. ഒരു കാരണവശാൽ ഈ തവണ തോറ്റുപോകാൻ പാടില്ല, ഈ തവണ എങ്ങനെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതിയാവുള്ളൂ, തൻ്റെ കൂട്ടുകാരനാണ്, നന്ദു അനിയും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിക്കണം, ആ ഒരു ചിന്തയായിരുന്നു നവീൻ്റെ മനസ്സിൽ. കൂട്ടുകാരനെ ചതിക്കാനായിട്ട് നവീൻ ഒരിക്കലും ഒരുക്കുമായിരുന്നില്ല താനും. അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.